വാട്ട്സ്ആപ്പ് ഇറ്റ്സ് മീ ഡാന എഗൈൻ. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ചില്ലാവുമായിരുന്നു. രാവിലെ എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്തു ഗൈസ്. അപ്പം പിള്ളേർ ജഗപൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി. അപ്പം പാട്ടൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അവർക്ക് ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. അപ്പം ഇനി ഒരു പ്രോട്ടീൻ ലഞ്ച് ഞാൻ ഉണ്ടാക്കാൻ പോവുക. ഇങ്ങനെയാണ് അവരുടെ ഡേ സ്റ്റാർട്ട് ആവുന്നത്. ലൈക്ക് അവരുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് എൻ്റെ ഫസ്റ്റ് ടാസ്ക്. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചായയൊക്കെ കുടിച്ച് പകുതി ഞാൻ ഇവിടെ വെച്ചിരിക്കാം. അപ്പം ഒരു ചെറിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് അവർക്ക് പയർ തോരനാണ്. ഇപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ ഫുൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പയർ തോരനാണ്. കുറച്ച് ചോറും കുറേ പയർ തോരണം. അപ്പം ഞാനൊരു പ്രോട്ടീൻ പ്രോയാണ് ഗൈസ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. ലൈക്ക് ഐ എം എ ഫിറ്റ്നസ് ഫ്രീക്ക്. അപ്പോൾ ഏത് ഫുഡ് കഴിച്ചാലും മുതൽ നല്ല പ്രോട്ടീൻ ഉണ്ടോ തപ്പിപ്പിടിക്കലാണ് എൻ്റെ ജോലി. അപ്പം എന്നാൽ എൻ്റെ പയറാണ് നമ്മുടെ ലഞ്ചിൻ്റെ ഹൈലൈറ്റ്, ഫുൾ പ്രോട്ടീൻ. സോ ഞാൻ പയർ തോരൻ ഉണ്ടാക്കാൻ പോവാം ഗൈസ്. പയർ തോരൻ ഇസ് ഓൾമോസ്റ്റ് റെഡി. അപ്പം ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് പാക്ക് ചെയ്ത് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് സ്കൂളിലോട്ട് പോകാം. സോ ദാറ്റ് വാസ് മൈ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ ഇളക്കൽ. സോ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. കാരണം ലൈക്ക് ദിസ് ഇസ് തേങ്ങ ഇസ് പ്രോട്ടീൻ, പയർ ഇസ് പ്രോട്ടീൻ ആൻഡ് എവറിത്തിങ് ഇസ് പ്രോട്ടീൻ. അയ്യോ ഗൈസ്, ഒരു കാര്യം മറന്നുപോയി, ഉള്ളിയുടെ മറന്നുപോയി. മൈ ഗോഡ്, സവാള ഒന്ന് രണ്ടല്ല ഒരു കുറച്ച് അരിഞ്ഞ് ചേർക്കണം. സോ ഐ ഫോർഗോട്ട് ഇറ്റ്. സോ ലെറ്റ് മീ കട്ട് ഓണിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഇച്ചിരി ഉള്ളി അരിഞ്ഞിട്ട് നമുക്ക് ആ കറിയിലോട്ട് ഇടാം. കുഴപ്പമില്ല, ദാറ്റ് മേക്സ് നോ ഡിഫറൻസ് ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഞാൻ ഉള്ളി ആഡ് ചെയ്തു. ഈ വ്ളോഗ് കാണാൻ എൻ്റെ മമ്മ കാണുവാണെങ്കിൽ എന്താ പറയുക, ഇതാണോടി നിന്നെ ഞാൻ പഠിപ്പിച്ചതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. സോ ഇറ്റ്സ് ഓക്കെ മമ്മ, സോറി. ഓക്കെ, ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പം ഖലാസ്. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, അതൊരു 5 മിനിറ്റ് എടുക്കും എല്ലാം കൂടെ ഒന്ന് സെറ്റായി റെഡിയായി വരാൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോയി റെഡി ആവാൻ കഫേയിൽ പോകാം. സോ ഐ എം ഗോയിങ് ടു ഡ്രസ് അപ്പ് ഗൈസ്. ഇതാണ് എൻ്റെ അട്ടയർ. ബ്ലാക്കുമാണ് ഞാൻ എല്ലാ ദിവസവും ഇടുന്നത്. ബിക്കോസ് എപ്പോഴും ഞാൻ ജഗപൊക്കെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും ഒരാവശ്യത്തിന്. അപ്പം അഴുക്ക് പിടിച്ച പെട്ടെന്ന് അറിയത്തില്ല. സോ ഹെയർ എപ്പോഴും ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. ബിക്കോസ് നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹെയർ ബാൻഡും ഒക്കെ ഇടുന്നത്. അപ്പം മുടി എപ്പോഴും ഇങ്ങനെ കെട്ടി വെക്കും. സോ മേക്കപ്പ് ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് നമുക്ക് ഓടാം ഗൈസ്, ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 11. ബാഗൊക്കെ ഇട്ടിട്ട് എൻ്റെ ക്ലെൻസർ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതേ ക്ലെൻസർ, സെറ്റാഫിലിൻ്റെ. ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് പോവാം. ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ ഒരു SPF 50 സൺ പ്രൊട്ടക്ഷൻ മോയ്സ്ചറൈസറാണ്. സോ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ സൺ പ്രൊട്ടക്ഷനും ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. സോ ദിസ് ഇസ് ഡൺ. സോ ഇനി ഫുഡ് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഓടാം. ഗൈസ്, ഇതാണ് നമ്മുടെ കിച്ചണിയുടെ ലഞ്ച് ബോക്സ്. പയർ വെച്ചു, ഇന്നലെ നമ്മളുണ്ടാക്കിയ അച്ചാർ രണ്ടും വെച്ചു. സോ ദിസ് ഇസ് ഇറ്റ്. അപ്പം ഇത്രയും പയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പകുതിയോളം തിരിച്ചു കൊണ്ടുവരും ഗൈസ്. അതുകൊണ്ട് പേടിക്കണ്ട, തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാണും. ഇത് കൊണ്ടിട്ട് നമ്മൾ പോയിട്ട് പെട്ടെന്ന് ലഞ്ച് ഞാൻ ചിലപ്പോൾ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിനെ വിട്ടിട്ട് നമുക്ക് കൊടുപ്പിക്കാം. സോ ബാക്കി ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എൻ്റെ ജഗമക മോർണിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ബ്രദർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പോയി ലഞ്ചൊക്കെ കൊണ്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ കഫേയിൽ വന്നു. ഐ എം ഓൺ ടൈം. ഇപ്പോൾ സ്റ്റാഫൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പം റോഡ് സൈഡാണ് നമ്മുടെ കഫേ, അതുകൊണ്ട് ഒത്തിരി സൗണ്ടാണ്. അപ്പം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അതുകൊണ്ട് ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഡു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം.